السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 24 വരെയുള്ള ആയത്തുകളാണ് നാം പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ആദ്യമായി പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുന്ന സത്യവിശ്വാസികളുടെ സവിശേഷതകൾ വിവരിച്ചു. പിന്നീട് പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടാത്ത, പ്രയോജനം ചെയ്യാത്ത സത്യനിഷേധികളെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും വിശദീകരിച്ചു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെയും അതിനെ സ്വീകരിച്ചവരുടെയും നിഷേധികളുടെയും ഉദാഹരണമായിട്ട് 2 ഉദാഹരണങ്ങളും 2 ഉപമകളും പറഞ്ഞു തന്നു. അതിനുശേഷം 23-ാമത്തെ ആയത്തിൽ അല്ലാഹു ഒരു വെല്ലുവിളിയാണ് നടത്തിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. وإن كنتم في ريب مما نزلنا على عبدنا. നമ്മുടെ ഈ അടിമക്ക് ഇറക്കിക്കൊടുത്ത ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഇതുപോലെയുള്ളതിൽ നിന്ന് ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാ, നിങ്ങൾക്ക് പറ്റിയ എല്ലാ സാക്ഷികളെയും എല്ലാ സഹായികളെയും നിങ്ങൾ വിളിച്ചോളൂ അള്ളാഹുവിനെ കൂടാതെ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് പ്രാഥമികമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പരിശുദ്ധ ഖുർആൻ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു മുഅ്ജിസത്തുകളായിട്ട് വടിയിട്ടാൽ പാമ്പാവുക, കൈ കക്ഷത്തിൽ വെച്ചാൽ പുറത്തെടുത്താൽ അത് തിളങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിരിക്കുന്ന ദൃഷ്ടാന്തം, തെളിവ് ഖുർആനാണ്. മറ്റുള്ള എല്ലാവരെയും പരാജയപ്പെടുത്താനുള്ള ശക്തി ഈ ഖുർആനിനുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഈ വെല്ലുവിളി പല സ്ഥലത്ത് പല രൂപങ്ങളിലായിട്ട് ആവർത്തിച്ചതായി കാണാം. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅ്തു ബിസൂറത്തിൻ മിസ്ലി വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരൂ, പറ്റുമെങ്കിൽ നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരൂ. ഇത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന് പറഞ്ഞത്. ഇനി ഒരു സൂറത്ത് വേണ്ട, ഒരു സൂറത്ത് പോലെയുള്ളതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും.
പരിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളി പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാരണം ആളുകൾക്ക് മക്കയിലെ മുശ്രിക്കുകൾ, അതുപോലെ തന്നെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന വലിയ ഒരു കള്ളപ്രചാരണമുണ്ടായിരുന്നു. ഇത് മുഹമ്മദ് സ്വന്തമായിട്ട് കെട്ടിയുണ്ടാക്കിയതാണ്, മുഹമ്മദ് സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് അള്ളാഹു എനിക്ക് പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ വെല്ലുവിളി നിരന്തരം ആവർത്തിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അം യഖൂലൂന തഖവ്വലഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഫൽയഅ്തു ബിഹദീസിൻ മിസ്ലി, ഇതുപോലുള്ളൊരു വർത്തമാനം നിങ്ങൾ കൊണ്ടുവരൂ, ഇതുപോലുള്ള ഒരു ശൈലി. കാരണം ഇത് പരിശുദ്ധ ഖുർആന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഗദ്യമല്ല പദ്യമല്ല. അങ്ങനെ ഒരു ശൈലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശൈലി അറബികൾക്ക് അവിടെ പരിചയമുണ്ടായിരുന്നില്ല. അവർക്കാകെ പരിചയമുണ്ടായിരുന്നത് പ്രധാനമായും കവിതയാണ്. വലീദ്, ലബീദ്, ഉംറുൽ ഖൈസ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കവികളും സാഹിത്യകാരന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആസ്വാദനം എന്ന് പറയുന്നത് കവിതകളായിരുന്നു. അതൊക്കെ അവർക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ ഇത് ഗദ്യവുമല്ല പദ്യവുമല്ല, പോയട്രി അല്ല, അതുപോലെ തന്നെ ഇത് ഒരു ഗദ്യ സാഹിത്യവുമല്ല, പ്രോസും അല്ല, പോയട്രി അല്ല. പിന്നെ എന്താണിത്? ഇതാണ് ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം സംസാരം എന്നാണ്, വേറൊരർത്ഥം ഹദീസ് എന്ന് പറഞ്ഞാൽ നൂതനമായത് എന്നാണ്, ന്യൂ. അതിന് ഹദീസ് എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾ ഈ കടകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് വസല ഹദീസൻ, ലേറ്റസ്റ്റ് അറൈവൽ അല്ലെങ്കിൽ ന്യൂ അറൈവൽ എന്നുള്ള അർത്ഥത്തിലാണ് വസല ഹദീസൻ എഴുതിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ നൂതനമായ ഒരു ശൈലിയിൽ, ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശൈലിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ 2 ആയത്ത് കൊണ്ടുപോകാം, പറ്റുമെങ്കിൽ ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുപോകും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സൂറത്തുകളിലായി ഈ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി തപസ്സിരുന്നാലും ഇതുപോലുള്ളൊരു ഖുർആൻ കൊണ്ടുവരാൻ പണിപ്പെട്ടാൽ ലാ യഅ്തൂന ബിമിസ്ലിഹി, ഇതുപോലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇംപോസിബിൾ, നെവർ. വലൗ കാന ബഅ്ളുഹും ലിബഅ്ളിൻ ലഹീറ, ജിന്നുകളും മനുഷ്യന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാലും തിരക്കിടില്ല. പക്ഷേ നെവർ, അവർക്ക് സാധിക്കില്ല. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഈ വെല്ലുവിളിയൊക്കെ നടത്തിയപ്പോൾ ഈ വെല്ലുവിളി നേരിടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ചെറിയ ചില ശ്രമങ്ങളൊക്കെ നടത്തിയ ആളാണ് അൽ മുസൈലിമ. പിന്നീട് മുസൈലിമത്തുൽ കദ്ദാബ്, പെരുങ്കള്ളനായ മുസൈലിമ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മുസൈലിമ ചില ശ്രമങ്ങളൊക്കെ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും പ്രവാചകനാണ്, എനിക്കും വഹയി കിട്ടുന്നുണ്ട്. എന്നിട്ട് എനിക്കും വഹയി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില പാരഡികൾ അവതരിപ്പിച്ചു. എനിക്കും ഖുർആനെ പോലെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് വഹയി കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, എന്താണ് നിനക്ക് കിട്ടിയ വഹയി? നമ്മൾ ചില പാട്ടുകൾക്കൊക്കെ പാരഡി കേൾക്കാറുണ്ട്, പലതും കളിയാക്കിയിട്ടായിരിക്കും. ഇദ്ദേഹം രചിച്ച ചില രചനകൾ കണ്ടാൽ ചെറിയ കുട്ടികൾ വരെ പൊട്ടിച്ചിരിക്കും. അൽ ഫീലു മൽ ഫീൽ, നമ്മൾ ഖുർആനിലൊരു സൂറത്തുണ്ട്, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭും ഭും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ ഇടിക്കുന്ന തരത്തിലുള്ള നല്ല ശക്തിയുള്ള ഭാഷയിലാണല്ലോ പറയുന്നത്. എന്താണ് അൽ ഖാരിഅ? വലിയ സംഭവം, ഘോര സംഭവം, അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിച്ചു എന്ന നാട്യത്തിൽ മുസൈലിമ എനിക്കും വഹി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. അൽ ഫീലു മൽ ഫീൽ വമാ അദ്റാക മൽ ഫീൽ. അറബിയൊന്നും വല്ലാത്ത അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ഇതും ഖുർആൻ തന്നെയാണോ എന്ന് വിചാരിച്ചു പോകും. ആന എന്ന് പറഞ്ഞാൽ എന്താ ആന?
അറബികളെ സംബന്ധിച്ചിടത്തോളം ആന വല്ല ഒരു അത്ഭുത ജീവി തന്നെയാണ്. ലഹു ഖുർതൂമുൻ തവീൽ വലഹു ദനബുൻ കബീർ, നല്ല നീണ്ട വാലുണ്ട്, നല്ല നീണ്ട തുമ്പിക്കൈയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതാണത്ര ഖുർആൻ. ആളുകൾ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു. യാ ലിഫ്ദഅ ബിൻത ലിഫ്ദഅ നഖീ മാ തനഖീൻ അഅലാകി ഫിൽ മാഇ വഅസ്ഫലകി വഅസ്ഫലുകി ഫിത്തീൻ. നിന്റെ മുകൾ ഭാഗം വെള്ളത്തിന്റെ മുകളിലാണ്, നിന്റെ താഴ്ഭാഗം ചെളിയിലുമാണ്. എന്നിട്ട് പറയാണ് വലശാരിബ തംനഈൻ വലൽ മാഅ തക്ദിരീൻ. വെള്ളം കലക്കല്ലട്ടോ, വെള്ളം കുടിക്കാൻ വരുന്ന ആൾക്കാരെ നീ തടയല്ലേ. തവളനോട് പറയാണ്, തവളയെ പേക്രോ എന്ന് പറഞ്ഞോ, നീ നിന്റെ കാല് ചളിയിൽ താഴ്ത്തി തല മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ആൾക്കാരെ ഒന്ന് ഉപദ്രവിക്കല്ലോ. ഇതാണ് ഇപ്പൊ മൂപ്പർക്ക് അല്ലാഹ് ഇറക്കി കൊടുത്ത ഖുർആൻ എന്നാണ് മൂപ്പരവാദം. പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു 10-14 നൂറ്റാണ്ടിന്റെ അപ്പുറത്തേക്കൊന്നും പോണ്ടതില്ല. കഴിഞ്ഞ നൂറ്റാണ്ടില് നമ്മുടെ രാജ്യത്ത് ഒരാൾ പ്രവാചകത്വം വാദിച്ചു ഒന്നും വന്നിട്ടുണ്ട്. പേരറിയോ? മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന പേരിൽ ഒരാൾ. മൂപ്പർക്ക് അല്ലാഹ് വഹി ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ഇതിനേക്കാളും വലിയ പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ മൂപ്പര് എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചില വഹയികൾ മൂപ്പർക്ക് പിന്നെ അറബിയിലാണ് ഇറക്കി കൊടുക്കുന്നത്, ചില വഹയികൾ അള്ളാഹു ഇറക്കി കൊടുത്ത ഇംഗ്ലീഷിലാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഇറക്കി കൊടുത്ത ഈ വഹി എന്താന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ആയിരുന്ന ആളത്തേക്ക് മൂപ്പര് പറഞ്ഞയച്ചു കൊടുത്തു. ഇതെന്താണ് ഈ അള്ളാഹ് എനിക്ക് എന്തൊക്കെയോ അയച്ചു തന്നിട്ടുണ്ട്, ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നുള്ള അർത്ഥം ഒന്ന് പറഞ്ഞു തരണേ. തനി പൊട്ടത്തരം. ഇങ്ങനെ ഭ്രാന്തന്മാര് അള്ളാഹ് ഇറക്കി തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഈ വെല്ലുവിളിയെ നേരിടാൻ ശ്രമം നടത്തിയിട്ട് പരിഹാസ്യരായിട്ട് പോയിട്ടേ ഉള്ളൂ. ഈ വെല്ലുവിളി ഇപ്പോഴും നിൽക്കുന്നു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅക്കും ഇൻ കുൻതും സാദിഖീൻ. വിളിക്കുന്നവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ, ഇതുപോലുള്ള ഇതിന്റെ ഒരു തുണ്ട്, ഇതിന്റെ അടുത്ത് നിൽക്കാവുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? സാധിച്ചിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ പ്രവാചകനാണെന്നുള്ളതിന്റെ 1-ാം നമ്പർ തെളിവ്. എന്നിട്ട് അള്ളാഹ് പറയണം ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, അവരത് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് ചെയ്യില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ നരകത്തിന്റെ വിറകുകളായിക്കോളൂ. ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ. നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിന്റെ വിറകുകളാകാൻ നിങ്ങൾ നിന്നോളൂ, കാത്തു നിന്നോളൂ. ഇനി 25-ാമത്തെ ആയത്ത് ചിത്രം മാറാൻ പോവാണ്. അപ്പൊ ഇതുവരെ സത്യവിശ്വാസികളെക്കുറിച്ച്, സത്യനിഷേധികളെക്കുറിച്ച്, അവർക്കുള്ള ശിക്ഷകളെക്കുറിച്ച്, അവരുടെ ഉദാഹരണമൊക്കെ പറഞ്ഞു. പിന്നെ പരിശുദ്ധ ഖുർആൻ ഒരു വെല്ലുവിളിയും നടത്തി. ഇനി ഒരു സന്തോഷ വാർത്തയാണ്. ഇനി അള്ളാഹുവിൻ്റെ സംഭാഷണത്തിൻ്റെ ഒരു രീതി, ഒരു സന്തോഷത്തിൻ്റെ രീതിയാവണം. അതെന്താണ്? സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്ത. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار وبشر الذين آمنوا. സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. വഅമിലു സ്വാലിഹാത്ത്, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവർ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ നിരന്തരം ആവർത്തിക്കുന്നത് അൽ ഈമാനു വൽ അമലു സ്വാലിഹ്. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റതില്ല, മറ്റതില്ലാതെ ഇതില്ല. ഒരാൾ വിശ്വാസിയാണ്, അയാൾ മോമിനാണ്, പക്ഷെ അയാൾക്ക് അമലുൻ സ്വാലിഹില്ല, അതിന് പറ്റിയ പണി അയാൾ എടുക്കുന്നില്ല, എന്നാൽ അതുകൊണ്ട് കാര്യമല്ല. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്.
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാലിഹ് ശരിക്കും സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഫിറ്റ് എന്നാണ്, പറ്റിയത് എന്നാണ്. ഇപ്പൊ അമലുൻ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ പറ്റിയ പണി എന്നാണ്, യോജിച്ച പണി എന്നാണ്. അപ്പോ അൽ ഈമാനു വൽ അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഈമാനിനോട് സ്യൂട്ടബിളായ യോജിച്ച പണിയെടുക്കുന്നവൻ എന്നാണ്. വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, അതിനനുസരിച്ചുള്ള പ്രവർത്തനവും വേണം. ഇനി വേറെ ചില ആൾക്കാർക്ക് അവർക്ക് നല്ല പ്രവർത്തനം, പക്ഷെ എന്തില്ല? വിശ്വാസമല്ല, പടച്ചവനിൽ വിശ്വാസമല്ല, പരലോകത്തിൽ വിശ്വാസമല്ല, പ്രവാചകന്മാരിലൊന്നും വിശ്വാസമല്ല. ഇയാളോ? അതൊന്നും കാര്യമില്ല. ഇപ്പൊ വിശ്വാസവും വേണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനവും വേണം. പ്രവർത്തനമില്ലാത്ത വിശ്വാസവും വിശ്വാസമില്ലാത്ത പ്രവർത്തനവും കൊണ്ട് ഒരു ഉപകാരവും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടക്കത്തിൽ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്ക്? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരെ അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സന്തോഷ വാർത്ത കേൾക്കാൻ. ദുഃഖ വാർത്ത കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. പ്രവാചകന്മാരുടെ ആദ്യത്തെ ദൗത്യം അതാണ്, മുബശ്ശിരീൻ. പിന്നെയാണ് വമുൻദിരീൻ. അവർ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സന്തോഷ വാർത്ത അറിയിക്കാൻ തൻ്റെ അനുയായികളെ ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു, ബശ്ശിറു വലാ തുനഫിറു. ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങൾ ജനങ്ങളെടുത്ത് എന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കാരെ വെറുപ്പിക്കരുത്. കാര്യങ്ങളൊക്കെ എളുപ്പാക്കി കൊടുക്കുക, പ്രയാസപ്പെടുത്തരുത്. ദീൻ അങ്ങനെയാണ്, അദ്ദീൻ യുസ്ർ, എളുപ്പമാണ്. അതിനങ്ങട്ട് കെട്ടി വരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ്, ഔസ്നി യാ റസൂലല്ലാഹ്, റസൂലെ എന്നെ ഒന്ന് ഉപദേശിക്കുക. നമ്മളടുത്തൊക്കെ ഒരാൾ ഉപദേശം ചോദിച്ചു വന്നാൽ വന്നോ കൊടുക്കും. നിനക്ക് ഉപദേശമാണല്ലോ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കട്ടെ. എന്നിട്ട് 1, 2 ഒരു 100 ലിസ്റ്റ് കൊടുക്കും ഇയാൾ ചെയ്യേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കും, ഔസ്നി യാ റസൂലല്ലാഹ്, റസൂലെ എന്നെ ഒന്ന് ഉപദേശിക്കുക. റസൂൽ അയാളുടെ ഒന്നും പറയണില്ല, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്, വേറൊന്നുമില്ല. വേറൊരാൾ വന്നിട്ട് നീ ചോദിക്കുമ്പോൾ അയാളോട് നീ നിന്റെ ഉമ്മാനോട് നന്നായി പെരുമാറുക. വേറൊരാൾ വന്നിട്ട് പറയാൻ, റസൂലെ എന്നെ ഒന്ന് ഉപദേശിക്കൂ, എനിക്ക് സ്വർഗത്ത് പോകാനുള്ളൊരു കാര്യം, നീ കക്കരുത്. ഓരോരുത്തരോടും 1 അല്ലെങ്കിൽ 2, ഇതാണ് ഹദീസുകളിൽ കാണാൻ പറ്റുന്നത്. സിമ്പിൾ. ചില സഹാബിമാർ, ചില ആളുകൾ വന്നിട്ട് ഇത്രമാത്രം ചെയ്താൽ മതിയോ? റസൂൽ പറയും മതി. എനിക്ക് മിനിമം ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ സ്വർഗത്ത് പോവാൻ? ശരി, നീ വിശ്വാസിയാവുക, നമസ്കരിക്കുക. വളരെ പരിമിതമായ 2 or 3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇയാൾ തിരിച്ച് റസൂലിനോട് ചോദിക്കുകയാണ്, റസൂൽ അത് മതിയോ? ഞാൻ വേറൊന്നും ചെയ്യില്ലട്ടോ, മതി, ഇത് മതി. നിർബന്ധമായി നീ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് സ്വർഗത്ത് കിടക്കാം. സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വിശ്വാസിയാണ്, അതോടൊപ്പം ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്ക് സന്തോഷ വാർത്ത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ സ്വർഗാവകാശി അതാ പോകുന്നു, സ്വർഗത്തിന്റെ അവകാശി അതാ പോകുന്നു. അപ്പൊ ആൾക്കാരൊന്നും ആരാണാ പോകുന്നത്? ഒരാള്. അങ്ങനെ അയാളങ്ങനെ ഒരു വലിയ സഹാബിമാരുടെ ലിസ്റ്റിലൊന്നുമില്ല. അബൂബക്കർ അല്ല, ഉമർ അല്ല, ഉസ്മാൻ അല്ല, അലി അല്ല റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ റസൂൽ പറയണ അയാൾ സ്വർഗത്ത് പോണ ആളാണ്. ഈ ആൾക്കാർ ചെന്ന് നോക്കി, അയാൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ സ്വർഗത്ത് കിടക്കുന്നതാണല്ലോ റസൂൽ പറഞ്ഞു, എന്താ നിങ്ങളുടെ പ്രത്യേകത? അയാൾ പറഞ്ഞു, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് ആരോടും പകല്ല, ദേഷ്യമില്ല, വെറുപ്പില്ല. ഞാൻ ആരോടും
ദേഷ്യമോ പകയോ വെറുപ്പോ വെച്ച് പുലർത്തുന്നില്ല. ഇതാണ് ദീൻ. വളരെ ലളിതം. വിശ്വാസിയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആള്. എന്നിട്ട് അല്ലാഹു പറയുന്നു അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്കുണ്ട്, സ്വർഗങ്ങൾ അവർക്കുണ്ട്, തോട്ടങ്ങൾ അവർക്കുണ്ട്. ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കാണാത്തതാണ്. നമ്മളാരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? സ്വർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് റസൂൽ പറയുന്നു. അല്ലാഹു പറഞ്ഞു, ഖാല അല്ലാഹു തആല അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഒരു കണ്ണു ഇതുവരെ കാണാത്തത്, ഒരു കാതു ഇതുവരെ കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഭാവനയിൽ പോലും വരാത്തത്, അതാണ് സ്വർഗം. സ്വർഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഒരു തോട്ടം ഓർമ്മ വരും. കാരണം അതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതും. പക്ഷേ ഈ നമ്മൾ കണ്ടിട്ടുള്ള തോട്ടം, ഇപ്പോൾ ഇവിടെ പാർക്കിൽ പോകാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ വലിയ പാർക്കുകളും പൂന്തോട്ടങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. മൈസൂരിൽ പോയ ബൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായൊരു തോട്ടമുണ്ട്. അപ്പോൾ സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഒരു തോട്ടം അല്ല, 1000 തോട്ടങ്ങൾ കൂടിയതാണ് സ്വർഗം. അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞതാണ്, ചെറുതല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ജന്നാത്ത്. അപ്പൊ അതൊരു ചെറിയ, ഒരു ലഘുവായ ചെറിയൊരു തോട്ടമല്ല, വലിയ ആകാശങ്ങളും ഭൂമിയും എത്ര വലിപ്പമുണ്ട് അത്രയുണ്ട് സ്വർഗം. ഇപ്പൊ നമുക്ക് ഇതിൽ എവിടെയെങ്കിലും ഒരു 1/2 സെന്റ് കിട്ടിയാൽ മതി, നമുക്ക് രക്ഷപ്പെടും, നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇവിടെ അല്ലാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് പൂന്തോട്ടങ്ങളാണ്, തോട്ടങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? വെള്ളമില്ലാത്ത വരണ്ട തോട്ടമൊന്നുമല്ല. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, കളകളാരവം പൊഴിച്ചുകൊണ്ടൊഴുകുന്ന അരുവികൾ. അതിനേക്കാൾ മനോഹരമായ ഒരു വർണ്ണന പിന്നെ ഭൂലോകത്ത് മനുഷ്യന്മാർക്ക് പറയാനില്ല. നമുക്കൊരു തകരാറുണ്ട്. നമുക്ക് എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ, നമുക്ക് അറിയണം എന്തെങ്കിലും ഒന്ന് ഉപമയിൽ പറയണം. അപ്പൊ നമ്മളിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ സ്വർഗം എന്നാ നിങ്ങൾ വിചാരിച്ച് അതൊരു ഭയങ്കര സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും തിരിയോ? അപ്പൊ നമുക്കൊരു ചിത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറഞ്ഞിരുന്നത്. താഴ്വാരത്തുകൂടെ ഇങ്ങനെ പുഴയൊഴുകുന്ന, അരുവിയൊഴുകുന്ന, നദിയൊഴുകുന്ന ഇങ്ങനെ ഒരുപാട് മനോഹരമായ തോട്ടങ്ങൾ, അതാണ് സ്വർഗം. പിന്നെ അപ്പൊ അതാണ് സ്വർഗത്തിന്റെ ഒരു ചിത്രം. വേറൊരു ചിത്രം എന്താണെന്നറിയോ? കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറ, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖ. ഓരോ തവണയും ഓരോ പഴവും ഇവന് സെർവ് ചെയ്യപ്പെടുമ്പോൾ, സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ പറിക്കുകയും ഭക്ഷണം പോയിട്ട് പാകം ചെയ്യുകയൊന്നും വേണ്ടതില്ല. ഒക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. ഏത് പഴമാണ് സർ വേണ്ടത്? മുന്തിരി വേണോ, ആപ്പിള് വേണോ, പൈനാപ്പിള് വേണോ, ഉറുമാമ്പഴം വേണോ? ഇതൊക്കെ ഇപ്പം നമുക്കറിയണ ഓരോ പഴത്തിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ പഴങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരും. ഓരോ തവണ കൊണ്ടുവരുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഓരോ പഴം ഇഷ്ടമായിരിക്കില്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട പഴം കാണുമ്പോൾ കുല്ലമാ റുസിഖൂ മിൻ സമറത്തിൻ, എല്ലാ തവണയും മിൻ സമറത്തിർ റിസ്ഖ, അവർക്കിത് ഒരു ഭക്ഷണമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴൊക്കെ ഖാലു, അവർ പറയും ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് ഞങ്ങൾ മുമ്പ് കിട്ടിയതാണല്ലോ. ഞങ്ങൾക്ക് നല്ല ഒരു പാത്രത്തിൽ ഇങ്ങനെ സ്വർഗത്തിലെ മാമ്പഴം കൊണ്ടുവരുന്നു. ഇത് ഞാൻ ലൂലുന്ന് വാങ്ങിയ മാമ്പഴാണല്ലോ, ഇതപ്പോൾ ഇവിടെ സ്വർഗത്തിലെ പഴം എന്ന് അവർ പറയും.
ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, ഇത് ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണല്ലോ, പുതിയതെന്തെങ്കിലുമൊക്കെ സ്വർഗത്തിൽ ഉണ്ടാവും എന്നല്ലേ ഇപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഉതൂ ബിഹി മുതശാബിഹാ, എന്നാൽ അതവർക്ക് സാദൃശ്യമായി തോന്നിയതാണ്. ഇവിടെ ഈ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ആ അലിഫിന്റെ മുകളിൽ എന്താ ഹർക്കത്ത്? എന്താ ലം അല്ലേ? ഇപ്പൊ തന്നെ പറയണം. ഓതുമ്പോ അതിന് സുക്കൂനിട്ടിട്ട് ഓതാനുള്ള ചെറിയ സാധ്യത ഉണ്ട്, തെറ്റിയിട്ട്. കാരണം അങ്ങനെ ഒരു നമ്മളിപ്പോ തൊട്ട് മുമ്പനെ പറഞ്ഞല്ലോ ഫഅ്തു ബിഹി എന്ന് പറഞ്ഞില്ലേ. എന്താ ഫഅ്തു ബിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊണ്ടുവരിന്നാണ്, കൽപ്പനയാണ്, അമ്രാണ്. എന്നാൽ ഇവിടെ പറയുന്നത് വഉതു, കൊണ്ടുവരപ്പെട്ടു എന്നാണ്. ഫഅല് മാദിയാണ്, മജ്ഹൂലാണ്. അപ്പൊ അത് ഓതുമ്പോൾ ചെറിയ ശ്രദ്ധ പോയാൽ അർത്ഥമൊക്കെ വ്യത്യാസം വരും എന്ന് മനസ്സിലാക്കുക. അപ്പോ വഉതു എന്ന് ഓതരുത്. വഉതു അവിടെ സുക്കൂനല്ല, വഉതു 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 ബിഹി മുതശാബിഹാ, അവരുടെ മുമ്പിൽ ഇത് സദൃശ്യമാക്കപ്പെടുകയാണ്. ഇതിന്റെ ടേസ്റ്റ്, ഇത് ഈ മാമ്പഴം കണ്ടാലൊക്കെ നാട്ടിൽ നിന്ന് കിട്ടിയതുള്ള പോലെ മാമ്പഴമായിരിക്കും, പക്ഷേ അതിൻ്റെ രുചി, അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് അനുഭവിച്ചാൽ അതാണ് സ്വർഗത്തിലെ പഴം. അപ്പൊ പഴങ്ങൾ അങ്ങനെയാണ്, ഫലങ്ങൾ അങ്ങനെയാണ്. മാങ്ങ ഉണ്ടാവും, ചക്ക ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും, ഉറുമാമ്പഴമൊക്കെ ഉണ്ടാവും. കണ്ടാൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തോന്നും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അത് ഹെവൻലി, സ്വർഗീയമായിരിക്കും. പിന്നെ അതവരാണ് വലഹും ഫീഹാ അസ്വാജും മുതഹറ, അവർക്ക് അവിടെ നല്ല പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. ഇതിൽ ചില ആളുകൾ അർത്ഥം പറയുമ്പോൾ പറയാറുണ്ട് അവർക്ക് അവിടെ നല്ല പരിശുദ്ധരായ ഭാര്യമാരുണ്ടായിരിക്കും. അപ്പൊ ഭാര്യമാര് സ്വാഭാവികമായും ഖുർആൻ ഓതുന്ന ഭാര്യമാര് ചോദിക്കും, അപ്പൊ ഞങ്ങൾക്കോ? അപ്പൊ അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരെന്നല്ല, അസ്വാജ് സൗജ് അസ്വാജ് എന്നൊക്കെ പറഞ്ഞാൽ ഇണകൾ എന്നാണ്. ഇപ്പൊ നല്ല ഒരു സത്യവിശ്വാസിയായ ആൾക്ക് നാളെ പരലോകത്ത് മുതഹിറയായ, പരിശുദ്ധയായ, എല്ലാ കുറവുകളിൽ നിന്നും മുക്തമായ ഇണയെ കിട്ടും. ചില ആൾക്കാർ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ തന്നെ ഈ ഭാര്യ, ഈ നാളെ അവിടെ ചെന്നാൽ ഈ ഭാര്യനെ തന്നെ കിട്ടുക. അപ്പൊ അതിന്റെ ബേജാറ് വേണ്ട. ഇപ്പൊ നമ്മൾ അഥവാ ഭാര്യ വിചാരിക്കുകയാണ് ഈ കോന്തനെ കൊണ്ട് കുടുങ്ങി, ഇയാളെ തന്നെയാണ് ഇപ്പൊ നീ നാളെ എനിക്ക് അവിടെ കിട്ടുക, ബേജാറ് വേണ്ട. കാരണം എന്തോ ഒരു കുറവ് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും കുറവുണ്ടാവും. ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് കുറവുണ്ട്, ഇതിനേക്കാൾ നല്ല ഒരു ഭാര്യയെ കിട്ടണം. അസ്വാജ് മുതഹറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നല്ല ഭാര്യയെ എല്ലാ കുറവുകളും ഇല്ലാതെ കിട്ടും. ഇപ്പൊ ഭർത്താവ് സൗജ് അസ്വാജ് രണ്ടുപേരും നല്ല കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ രണ്ടുപേരും അവിടെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നതിനനുസരിച്ച് അവിടെ നാളെ ഭാര്യയും ഭർത്താവും ഉണ്ടാവും, സൗജും സൗജത്തും ഉണ്ടാവും. പക്ഷേ ഭർത്താവിനുള്ള എല്ലാ കുറവുകളും പോയി, ഭാര്യകൾ എല്ലാ കുറവും പോയി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തമാശ ഉണ്ട്. ഒരു സ്ത്രീ, വയസ്സായ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്സായ സ്ത്രീകൾ സ്വർഗത്ത് പോകില്ല. ഈ സ്ത്രീയാണ് കരയാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വയസ്സായ സ്ത്രീകൾ വയസ്സായിക്കൊണ്ട് സ്വർഗത്ത് പോകില്ല എന്നാണ്. ഒരു നല്ല സുന്ദരികളായ ചെറുപ്പക്കാരികളായിട്ട് സ്വർഗത്ത് പോകും. ഓ, അപ്പൊ എന്തൊരു സന്തോഷം. ഇപ്പൊ ഭർത്താക്കന്മാർക്ക് അവരുടെ ഇണകളെ കിട്ടും, പക്ഷേ നല്ല എല്ലാ കുറവുകളും മാറി നല്ല രൂപത്തിലുള്ള ഇണകളായിരിക്കും. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ തന്നെ കിട്ടും, അവരുടെ ഭർത്താക്കന്മാരെ തന്നെ കിട്ടും, രണ്ടുപേരും സ്വർഗത്തിലാണെങ്കിൽ അവരുടെ എല്ലാ കുറവുകളും മാറിയിട്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഅദിൽ പറയുന്ന ഒരു ചിത്രീകരണം ഉണ്ട്. ജന്നാത്തു അദൻ, ശാശ്വതമായ തോട്ടം, ഏദൻ തോട്ടങ്ങൾ. യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം
അവരും അവരുടെ വാപ്പമാരും അവരുടെ ഇണകളും അവരുടെ മക്കളും എല്ലാവരും കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അതൊരു ഹാപ്പി ഫാമിലി ആയിരിക്കും. മലക്കുകൾ എല്ലാ വാതിലിലൂടെയും വരും. എന്നിട്ട് പറയും സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമായി ഇതാ നിങ്ങൾക്ക് സമാധാനം. വാം വെൽക്കം ടു പാരഡൈസ്. ഇത് നിങ്ങളുടെ വീടാണ്, നിങ്ങൾ താമസിച്ചോളൂ. നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, മക്കളുടെ മക്കൾ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആഹ്ലാദിക്കാനുള്ള ഭവനമാണിത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, നല്ല പരിശുദ്ധരായ ഇണകൾ അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. വഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ ശാശ്വതമായി ജീവിക്കുന്നവരായിരിക്കും. ഇതാണ് സന്തോഷ വാർത്ത. വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല തോട്ടങ്ങളുണ്ടാകും. ആ തോട്ടത്തിൽ നല്ല പഴങ്ങളുണ്ടാകും, അവിടെ നല്ല വെള്ളം ഉണ്ടാകും, അവിടെ നല്ല ഇണകളുണ്ടാകും, നല്ല ഭക്ഷണം കിട്ടും. ഇതൊക്കെയായി നിങ്ങൾക്ക് അവിടെ ആഹ്ലാദിച്ച് കഴിയാം. ഇതാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം, സന്തോഷ വാർത്ത. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം, അവൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.